ഏകാദശിക്കൊരുങ്ങി ഗുരുപവനപുരി. പഞ്ചരത്ന കീർത്തനാലാപനം സംഗീത മധുരമായി. ചാവക്കാട് താലൂക്ക് പരിധിയിൽ ബുധനാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. തിരുവില്ലാമല പുനർജനി നൂഴൽ ബുധനാഴ്ച. പാപമോചനം തേടി ആയിരക്കണക്കിന് ആളുകൾ തിരുവില്ലാമലയിലെത്തും. ജില്ലയിലെ 3 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. വോട്ടെണ്ണൽ ബുധനാഴ്ച. കരുവന്നൂർ സഹകരണ ബാങ്കിൽ വീണ്ടും ഇഡിയുടെ പരിശോധന. ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവർ എടുത്ത ലോണിന്റെ വിവരങ്ങൾ ഇഡി ശേഖരിച്ചു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് 5 കിലോ കഞ്ചാവ് പിടികൂടി. രപ്തിസാഗർ എക്സ്പ്രസിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ആർപിഎഫിന്റെ സഹായത്തോടെ വടക്കാഞ്ചേരി എക്സൈസ് ആണ് കഞ്ചാവ് പിടികൂടിയത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ഏകാദശി ബുധനാഴ്ച. വ്രതപുണ്യം തേടി 10,000ങ്ങളാണ് ഗുരുപവനപുരിയിൽ എത്തുക. വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത്. ഏകാദശിയോടെ കഴിഞ്ഞ 1 മാസമായി ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന ചുറ്റുവിളക്ക് ആഘോഷത്തിന് സമാപനമാകും. ഉദയാസ്തമന പൂജയോടെ ഗുരുവായൂർ ദേവസ്വം വകയാണ് വിളക്കാഘോഷം. ക്ഷേത്രത്തിൽ 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഉദയാസ്തമന പൂജ നടക്കുന്നത്. രാവിലെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് ഉണ്ടാകും. സന്ധ്യയ്ക്ക് നാമജപ ഘോഷയാത്രയും തിരിച്ച് രഥമെഴുന്നള്ളിപ്പും ഉണ്ടാകും. ഏകാദശി വ്രതം നോറ്റെത്തുന്ന ഭക്തർക്ക് പ്രസാദ ഊട്ട് നൽകും. ഏകാദശി വ്രത പൂർണ്ണതയ്ക്കായി വ്യാഴാഴ്ച ദ്വാദശി പണസമർപ്പണം നടക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ത്രയോദശി ഊട്ടോടെയാണ് ഏകാദശി ചടങ്ങുകൾ സമാപിക്കുക. ഏകാദശിയോടനുബന്ധിച്ച് ചാവക്കാട് താലൂക്കിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. ദശമി ദിനത്തിൽ ചെമ്പൈ സംഗീത മണ്ഡപത്തെ ആനന്ദത്തിൽ ആറാടിച്ച് ഗണരാഗ പഞ്ചരത്ന കീർത്തനാലാപനം സംഗീത മാധുര്യമായി. 1 മണിക്കൂറോളം നീണ്ടുനിന്ന പഞ്ചരത്ന കീർത്തനങ്ങൾ ആസ്വാദക മനസ്സുകളെ സംഗീത സാന്ദ്രമാക്കി. ചെമ്പൈ സംഗീതോത്സവ വേദിയായ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ശ്രീ ഗണപതിയും എന്ന സൗരാഷ്ട്ര രാഗത്തിലുള്ള ഗണപതി സ്തുതിയോടെയാണ് പഞ്ചരത്ന കീർത്തനാലാപനം തുടങ്ങിയത്. തുടർന്ന് ജഗദാനന്ദ കാരക എന്ന നാട്ടരാഗത്തിലുള്ള കീർത്തനം ആദ്യ താളത്തിലും, ഗൗളരാഗത്തിൽ ദുഡു കുഗലയും, ആരബി രാഗത്തിൽ സാദിൻ ചെനെ എന്നീ കീർത്തനങ്ങളും ആലപിച്ചു. എന്തരോ മഹാനുഭാവലു എന്ന ശ്രീരാഗത്തിലുള്ള അതിപ്രശസ്തമായ കീർത്തനത്തോടെയാണ് സമാപിച്ചത്. ഓഡിറ്റോറിയത്തിനകത്തും പുറത്തുമായി തിങ്ങി നിറഞ്ഞ സദസ്സ് ഒന്നാകെ താളമിട്ടും കൂടെ പാടിയും കീർത്തനത്തിനൊപ്പം ചേർന്നു. ചെമ്പൈ സംഗീതോത്സവ വേദിയെ 1 മണിക്കൂറോളം പാട്ടിൻ്റെ പാലാഴിയാക്കിയാണ് പഞ്ചരത്ന കീർത്തനാലാപനം സമാപിച്ചത്. ചേപ്പാട് എ.ഇ. വാമനൻ നമ്പൂതിരി, ആനയടി പ്രസാദ്, ഡോക്ടർ ഗുരുവായൂർ കെ മണികണ്ഠൻ, മാതങ്കി സത്യമൂർത്തി എന്നീ സംഗീതജ്ഞർ വായ്പാട്ടിൽ അണിനിരന്നു. പുല്ലാങ്കുഴലിൽ ഡോക്ടർ പി പത്മേഷ്, ജി ശ്രീനാഥ് എന്നിവരും, വയലിനിൽ തിരുവിഴ ശിവാനന്ദൻ, തിരുവിഴ വിജു എസ് ആനന്ദ് തുടങ്ങിയവരും, പ്രൊഫസർ വൈക്കം പി എസ് വേണുഗോപാൽ, എൻ ഹരി, കുഴൽമന്ദം ജി രാമകൃഷ്ണൻ എന്നിവർ മൃദംഗത്തിലും, ജ്യോതിദാസ് ഗുരുവായൂർ ഇടക്കയിലുമായി പക്കമേളമൊരുക്കി. എൻ കെ അക്ബർ MLA, ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങളായ സി മനോജ്, കെ പി വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവർ മുൻനിരയിൽ അണിനിരന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി പാലിച്ച് ഗുരുവായൂർ കേശവൻ അനുസ്മരണം നടന്നു. ഗജരാജൻ ഗുരുവായൂർ കേശവനെ ദേവസ്വത്തിലെ കൊമ്പന്മാർ പ്രണാമമർപ്പിച്ചു. രാവിലെ തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിൽ നിന്ന് ഗജഘോഷയാത്ര ആരംഭിച്ചു. ദേവസ്വം കൊമ്പൻ ഇന്ദ്രസൻ ഗുരുവായൂർ കേശവന്റെ ഛായാചിത്രം ശിരസിലേറ്റി. കൊമ്പൻ ബൽറാം, കൊമ്പൻ വലിയ വിഷ്ണു ഉൾപ്പെടെ 5 ഗജവീരന്മാർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ സ്വീകരണം ഏറ്റുവാങ്ങി കൊമ്പന്മാർ ഗുരുവായൂർ ക്ഷേത്രം വഴി ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലെത്തി. ദേവസ്വത്തിലെ അക്ഷയകൃഷ്ണൻ, ഗോപികണ്ണൻ, വിനായകൻ, പീതാംബരൻ, ദേവി എന്നീ ആനകളുമായി ചേർന്ന് കേശവ പ്രതിമയ്ക്ക് മുന്നിൽ അണിനിരന്നു. കൊമ്പൻ ഇന്ദ്രസൻ കേശവ പ്രതിമയ്ക്ക് മുന്നിലെത്തി പ്രണാമമർപ്പിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങളായ സി മനോജ്, കെ പി വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവരും കേശവ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ആനകളും ആളുകളും തമ്മിലുള്ള അകലം പാലിക്കാൻ കയർ കെട്ടി തിരിച്ചിരുന്നു. TCV
ഗുരുവായൂർ. ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അറിയിച്ചു. രാവിലെ 6 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 2 മണി വരെ VIP ദർശനം അനുവദിക്കില്ല. പ്രദക്ഷിണം, ശയന പ്രദക്ഷിണം, ചോറൂൺ കഴിഞ്ഞ കുട്ടികൾക്കുള്ള പ്രത്യേക ദർശനം എന്നിവയും ഉണ്ടാകില്ല. പ്രദേശവാസികൾക്കും മുതിർന്ന പൌരന്മാർക്കുമുള്ള വരികൾ രാവിലെ 5 മണിക്ക് അവസാനിപ്പിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് അക്ഷരശ്ലോക മത്സരം നടക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. തന്ത്രി കുടുംബത്തിലെ ചില അംഗങ്ങളാണ് ദേവസ്വം ഭരണസമിതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഉദയാസ്തമന പൂജ മാറ്റുന്നത് ആചാര ലംഘനമാണെന്ന് ഹർജിയിൽ പറയുന്നു. വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിനത്തിൽ നടത്താറുള്ള ഉദയാസ്തമന പൂജ ദേവസ്വം നേരിട്ടാണ് നടത്താറുള്ളത്. തിരക്ക് കണക്കിലെടുത്ത് ശ്രീകോവിൽ അടച്ചിടാതെ ദർശനം സുഗമമാക്കാനാണ് ഉദയാസ്തമന പൂജ മാറ്റിയതെന്നാണ് ദേവസ്വം ഭരണസമിതിയുടെ നിലപാട്. ഇതേ തുടർന്ന് ഉദയാസ്തമന പൂജ നവംബർ 12 നടത്തിയിരുന്നു. ദേവസ്വം ഭരണസമിതി തീരുമാനത്തിൽ ഇടപെടാനാവില്ലെന്നാണ് ഹർജി പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇതേ തുടർന്നാണ് തന്ത്രി കുടുംബത്തിലെ ചില അംഗങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. പ്രസിദ്ധമായ തിരുവില്ലാമല പുനർജനി നൂഴൽ ബുധനാഴ്ച. ഗുരുവായൂർ ഏകാദശി ദിവസമായ വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിവസമാണ് പുനർജനി നൂഴൽ നടക്കുന്നത്. പുലർച്ചെ 3:30 തിരുവില്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്ന് വാദ്യഘോഷങ്ങളോടെ പൂജാരിയും സംഘവും പുനർജനിയിലെത്തും. ഗുഹാമുഖത്തെ പൂജകൾക്ക് ശേഷം ഒരു നെല്ലിക്ക ഗുഹയിലേക്കിടും. അതിനുശേഷമാണ് നൂഴൽ നടക്കുക. ഒരു തവണ പുനർജനി നൂഴ്ന്നു കയറിയാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം കിട്ടുമെന്നാണ് വിശ്വാസം. ക്ഷത്രിയരെ നിഗ്രഹം ചെയ്ത പാപം തീർക്കാൻ പരശുരാമനും കൗരവരെ വധിച്ച പാപമോക്ഷത്തിനായി പാണ്ഡവരും ഇവിടെ എത്തിയെന്നാണ് ഐതിഹ്യം. പാപമോചനം തേടി ആയിരക്കണക്കിന് ആളുകളാണ് തിരുവില്ലാമലയിൽ എത്തുക. സ്ത്രീകൾ പുനർജനി നൂഴൽ നടത്താറില്ല. ഒരാൾ പൊക്കമുള്ളതാണ് ഗുഹാമുഖം. ഗുഹ നൂഴ്ന്ന് പുറത്തെത്താൻ 3/4 മണിക്കൂർ സമയമെടുക്കും. പുനർജനി നൂഴുന്ന ദിവസം മാത്രമേ ആളുകൾ തിരുവില്ലാമലയിലെ കാടിനുള്ളിൽ കയറാറുള്ളൂ. വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കാട്ടിലേക്ക് മറ്റു ദിവസങ്ങളിൽ പ്രവേശനമില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡും തിരുവില്ലാമല പഞ്ചായത്തും സേവാഭാരതിയും വിപുലമായ സൗകര്യങ്ങളാണ് ഭക്തർക്കായി ഒരുക്കിയിരിക്കുന്നത്. TCV ചേലക്കര. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41 വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ 72.51% പോളിംഗ് രേഖപ്പെടുത്തി. 831 വോട്ടർമാരിൽ 603 പേർ വോട്ട് രേഖപ്പെടുത്തി. അഡ്വക്കേറ്റ് TD വെങ്കിടേശ്വരൻ കൌൺസിലർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. BJP സ്ഥാനാർത്ഥിയായി ഗീതാറാണിയും UDF സ്ഥാനാർത്ഥിയായി PU സുരേഷ് കുമാറും LDF സ്ഥാനാർത്ഥിയായി GS സുരേഷുമാണ് മത്സര രംഗത്തുള്ളത്. നാട്ടിക പഞ്ചായത്ത് 9ാം വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 73.3% പോളിംഗ് രേഖപ്പെടുത്തി. തൃപ്രയാർ AUP സ്കൂളിലെ 2 ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് നടന്നത്. വാർഡിലെ 1516-ൽ 1107 പേർ വോട്ട് രേഖപ്പെടുത്തി. വാർഡ് മെമ്പറായിരുന്ന KB ഷൺമുഖന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ബുധനാഴ്ച 10-ന് നാട്ടിക പഞ്ചായത്ത് ഹാളിൽ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നടക്കും. കുന്നംകുളം ചൊവ്വന്നൂർ പഞ്ചായത്തിലെ പൂശപ്പള്ളിയിൽ 3ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 83% പോളിംഗ് നടന്നു. കുന്നംകുളം ചൊവ്വന്നൂർ മാർത്തോമ LP സ്കൂളിലും കുന്നംകുളം മരത്തങ്കോട് ബ്ലോഗിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിലും പോളിംഗ് നടന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ വിശദമായ പരിശോധനയ്ക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും കരുവന്നൂർ ബാങ്കിലെത്തി. ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവർ എടുത്ത ലോണിന്റെ വിശദാംശങ്ങളാണ് ED ശേഖരിച്ചത്. അനധികൃത വായ്പയെടുത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നീക്കം നടക്കുന്നുണ്ട്. അതിനു മുന്നോടിയായാണ് ബാങ്കിലെത്തി മേൽവിലാസം ശേഖരിച്ചത്. കരുവന്നൂർ ബാങ്കിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള നിരവധി പേർക്ക് തട്ടിപ്പ് നടന്ന കാലത്ത് വായ്പ അനുവദിച്ചിരുന്നു. എടുത്ത വായ്പയ്ക്കുള്ള മൂല്യം ഭൂമിക്കില്ലെന്ന് വിവിധ ഏജൻസികൾ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. കരുവന്നൂർ കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകിയ കോടതി ഉത്തരവിലെ പരാമർശങ്ങൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് EDയുടെ തീരുമാനം. ജാമ്യോത്തരവിലെ ചില പരാമർശങ്ങൾ നീക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെടും. പ്രതികൾ കുറ്റം ചെയ്തതായി കരുതാൻ കാരണമില്ലെന്ന ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് EDക്ക് അതൃപ്തി. ഹൈക്കോടതി ഉത്തരവിലെ പരാമർശം കേസിന്റെ വിചാരണയെ അടക്കം ബാധിക്കുമെന്ന് വിലയിരുത്തൽ. എന്നാൽ ജാമ്യം നൽകിയതിനെതിരെ അപ്പീൽ നൽകാൻ ആലോചനയില്ല. CPM നേതാവും വടക്കാഞ്ചേരി നഗരസഭാംഗവുമായ PR അരവിന്ദാക്ഷൻ, ബാങ്കിലെ മുൻ അക്കൌണ്ടന്റ് CK ജിൽസ് എന്നിവർക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ പരാമർശമുള്ളത്. പ്രതികൾ കുറ്റം ചെയ്തതായി കരുതാൻ കാരണമില്ലെന്ന നിരീക്ഷണത്തിനെതിരെയാണ് ED സുപ്രീം കോടതിയെ സമീപിക്കുന്നത്.
ഈ പരാമർശം ഉത്തരവിൽ നിന്ന് നീക്കിയില്ലെങ്കിൽ കീഴ്ക്കോടതിയിലെ വിചാരണയെ അടക്കം ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ജാമ്യം നൽകാനുള്ള കാരണങ്ങൾക്കും അപ്പുറത്ത് വിചാരണ ഇതേവരെ തുടങ്ങിയിട്ടില്ലാത്ത കേസിലേക്ക് കടന്ന് കോടതി പരാമർശം നടത്തിയത് ഇത് വിചാരണയിലടക്കം തെറ്റായ മുൻധാരണകൾ ഉണ്ടാക്കാൻ ഇടയാക്കുമെന്ന് ഇഡി ചൂണ്ടിക്കാട്ടും. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് 5 കിലോ കഞ്ചാവ് പിടികൂടി. രപ്തിസാഗർ എക്സ്പ്രസിൽ നിന്നാണ് വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ജിജി പോളിന്റെ നേതൃത്വത്തിൽ റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ബ്യൂറോ പാർട്ടിയും സംയുക്തമായി കഞ്ചാവ് പിടികൂടിയത്. ഗോരഖ്പൂരിൽ തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന രപ്തിസാഗർ എക്സ്പ്രസിലെ AC കോച്ചിലെ ബാത്റൂമിന് സമീപത്തു നിന്നാണ് ഷോൾഡർ ബാഗിൽ 1 കിലോ തൂക്കം വരുന്ന 5 പാക്കറ്റുകളിലായി 5 കിലോ 200 ഗ്രാം കഞ്ചാവ് പിടിച്ചത്. പ്രതികൾക്കായി ട്രെയിനിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ CP മധു, ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ CA സുരേഷ്, AR സുരേഷ് കുമാർ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് CM സുരേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ PR പ്രശോഭ്, അർജുൻ PR, നിതീഷ് KC എന്നിവരും റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ബ്യൂറോ വിഭാഗം സബ് ഇൻസ്പെക്ടർ AD ദീപക്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ KM ഷിജു, N അശോക് എന്നിവരും പങ്കെടുത്തു. വിവരത്തെ തുടർന്ന് വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ പാർട്ടിയും RPF പാലക്കാട് CIB പാർട്ടിയും സംയുക്തമായി ട്രെയിനുകളിൽ പരിശോധനയും മറ്റും പ്ലാൻ ചെയ്ത് നടത്തി വരുന്നതിൻ്റെ ഭാഗമായി ഇന്ന് 11 വടക്കാഞ്ചേരിയിൽ എത്തിച്ചേർന്ന രപ്തിസാഗർ എക്സ്പ്രസ്സിലെ AC കോച്ചിൻ്റെ ശുചിമുറിയോട് ചേർന്ന് ഒരു ബാഗ് ഇരിക്കുന്നത് കാണുകയും ആയത് പരിശോധിച്ചതിൽ നിന്ന് 5 പാക്കറ്റുകളിലായി 5 കിലോ 200 ഗ്രാം തൂക്കം വരുന്ന 5 പാക്കറ്റുകളിലായി ഉണ്ടായിരുന്ന കഞ്ചാവ് പിടികൂടുകയുണ്ടായി. പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം ദേശീയപാതയോരത്ത് നിന്ന് ബൈക്ക് മോഷ്ടിച്ച പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി കുന്നുമ്മൽ വീട്ടിൽ നൌഷാദ് എന്ന സത്യവേലാണ് കോയമ്പത്തൂരിൽ നിന്ന് അറസ്റ്റിലായത്. മോഷ്ടിച്ച ബൈക്കും പോലീസ് കണ്ടെത്തി. ഈ മാസം 4-നാണ് പുലർച്ചെ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന വേലുപ്പാടം സ്വദേശിയുടെ ബൈക്ക് മോഷണം പോയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി മടങ്ങിയെത്തിയപ്പോഴാണ് ബൈക്ക് കാണാതായത്. പുതുക്കാട് SHO V സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം സ്വദേശി പോത്താമ്പറമ്പിൽ മനുവിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 6-ാം തീയതിയാണ് 3 പീടികയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 9 ഗ്രാമിലധികം തൂക്കം വരുന്ന മുക്കുപണ്ടം പണയം വെച്ച് 50,000 രൂപ തട്ടിയെടുത്തത്. പരാതിയെ തുടർന്ന് കയ്പമംഗലം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം SI KS സൂരജ്, ജെയ്സൺ, ഫാറൂഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ അനാവശ്യമായി ശകാരിക്കുകയും പരസ്യമായി അപമാനിക്കുകയും ചെയ്ത എരുമപ്പെട്ടി പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് പ്രസിഡന്റിന്റെ നടപടിയിൽ എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബ് യോഗം പ്രതിഷേധിച്ചു. VCV ക്യാമറാമാൻ മനോജ് ഓർമ്മയാണ് താൻ പ്രസംഗിക്കുന്ന ദൃശ്യം എടുത്തില്ല എന്ന് പറഞ്ഞ് ആസൂത്രണ സമിതി വൈസ് പ്രസിഡന്റ് KC ഫ്രാൻസിസ് അപമാനിക്കുന്ന തരത്തിൽ പരസ്യമായി സംസാരിച്ചത്. മാധ്യമപ്രവർത്തകനെ ശകാരിച്ച ആസൂത്രണ സമിതി വൈസ് പ്രസിഡന്റിനെതിരെ നടപടിയെടുക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകണമെന്ന് പ്രസ് ക്ലബ്ബ് യോഗം ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KK മാത്യൂസ്, ഭാരവാഹികളായ TG സുന്ദർലാൽ, KR രാധിക, വേണുഗോപാൽ അമ്പലപ്പാട്ട്, മുരളി വടക്കൂട്ട്, ഇബ്രാഹിം പഴവൂർ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത കുതിരാൻ തുരങ്കത്തിന് സമീപം സെപ്റ്റിക് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കടുത്ത ദുർഗന്ധമാണ് പ്രദേശത്ത് വ്യാപിച്ചിരിക്കുന്നത്. പലതവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഏതാനും ദിവസം മുമ്പ് മത്സ്യങ്ങൾ കയറ്റിപ്പോകുന്ന വാഹനങ്ങൾ തുരങ്കത്തിന് സമീപം മാലിന്യം നിക്ഷേപിച്ചത് പരാതിക്കിടയാക്കിയിരുന്നു. മുല്ലശ്ശേരി എലവത്തൂർ മേഖല നെൽകർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സും പന്തംകുളത്തി പ്രകടനവും നടത്തി. നെല്ലുവില കിലോയ്ക്ക് 35 രൂപയാക്കുക, വളയം ബണ്ട് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക, റെഗുലേറ്ററുകളുടെ നവീകരണം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. എലവത്തൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മുല്ലശ്ശേരി മാടക്കാക്കൽ പാലത്തിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സദസ്സ് തെക്കേ കോഞ്ചര പാടശേഖര സമിതി സെക്രട്ടറി TI ജോബി ഉദ്ഘാടനം ചെയ്തു. മധുക്കര തെക്ക് കോൾപ്പടവ് പ്രസിഡന്റ് ED യേശുദാസ് അധ്യക്ഷനായി. വിവിധ പടവ് കമ്മിറ്റി ഭാരവാഹികളായ CK ഷാജി, CF ഷിൻഡോ, NP ഗോപി, PB രതീഷ്, ബാബു കർണങ്കോട്ട് തുടങ്ങിയവർ സംസാരിച്ചു.
ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലേക്ക് CPM പ്രവർത്തകർ മാർച്ച് നടത്തി. UDF ദുർഭരണവും വികസന മുരടിപ്പും ആരോപിച്ചാണ് CPM ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ധർണ CPM സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം ഉല്ലാസ് കളക്കാട്ട് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് KR വിജയ, RL ശ്രീലാൽ, ജയൻ അരിമ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ ടൗൺഹാൾ പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഡോക്ടർ KP ജോർജ്, MB രാജു, PK മനുമോഹൻ, MV വിൽസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. 10 വർഷക്കാലമായിട്ട് ഉണ്ടായിട്ടില്ല, ആരെയും പേടിക്കാനില്ല. കസ്റ്റഡി മരണങ്ങൾക്കും പോലീസ് മർദ്ദനങ്ങൾക്കുമെതിരെ സന്ധിയില്ലാത്ത നിയമ പോരാട്ടങ്ങളുമായി തൃശൂർ സ്വദേശിയായ 66-കാരൻ പടയോട്ടം തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ട് തികയുന്നു. തൃശൂർ നേർവഴി മനുഷ്യാവകാശവേദി കൺവീനറായ അന്തിക്കാട് സ്വദേശി TK നവീനചന്ദ്രനാണ് കസ്റ്റഡി മരണങ്ങൾക്കും ലോക്കപ്പ് മർദ്ദനങ്ങൾക്കും പോലീസിന്റെ ക്രിമിനൽ വൽക്കരണത്തിനുമെതിരായ മനുഷ്യാവകാശ സമരങ്ങൾക്കായി തന്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ 15ഓളം കസ്റ്റഡി മരണങ്ങളും 500-ലധികം ലോക്കപ്പ് മർദ്ദനങ്ങളിലും കാരണക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്നതിനും ഇരകളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം വാങ്ങി നൽകുന്നതിനും ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ TK നവീനചന്ദ്രന്റെയും നേർവഴി മനുഷ്യാവകാശവേദിയുടെയും പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. 2005 കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊട്ടാരക്കര സ്വദേശി രാജേന്ദ്രൻ എന്ന യുവാവിന്റെ കസ്റ്റഡി മരണം നേർവഴി മനുഷ്യാവകാശവേദി ഏറ്റെടുക്കുകയും നിയമപോരാട്ടത്തിലൂടെ ഉത്തരവാദികളായ പോലീസുകാർക്ക് ജീവപര്യന്തം തടവും ഇരയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരവും നേടിക്കൊടുത്തതാണ് ആദ്യ ഇടപെടൽ. പോലീസിന്റെ നിയമലംഘനങ്ങളെ നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ നേരിടുകയാണ് വേണ്ടതെന്ന വിശ്വാസം നവീനചന്ദ്രന് പകർന്നു നൽകിയത് അന്തിക്കാട്ടെ ചെത്തുതൊഴിലാളിയായ പിതാവ് TN കാർത്തികേയനാണ്. ഞാനൊക്കെ മനുഷ്യാവകാശമായ പ്രവർത്തനവുമായി ആരംഭിക്കുന്ന കാലത്ത് പോലീസിന് ആളുകളെ തല്ലാം അല്ലെങ്കിൽ പോലീസിന് ആളുകളെ തെറി പറയാം എന്നൊക്കെ വിശ്വാസമായിരുന്നു നമ്മുടെ രാഷ്ട്രീയക്കാർക്കും നമ്മുടെ ജനങ്ങൾക്കും ഉണ്ടായിരുന്നത്. സത്യത്തിൽ നമ്മുടെ ഭരണഘടനയിൽ അതിനോടനുബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിലും ഒന്നും പോലീസിന് തല്ലാനുള്ള അധികാരം കൊടുത്തിരുന്നില്ല. നമ്മൾ പ്രധാനമായും പോലീസിൻ്റെ അതിക്രമങ്ങളെ ആദ്യമായി ചെറുത്തത് ആ ആയുധം വെച്ചുകൊണ്ട് തന്നെയാണ്. ഇന്ന് ഇവിടുത്തെ ഏത് കൊച്ചു കുട്ടിക്കും അറിയാം പോലീസിന് തല്ലാൻ പാടില്ല, പോലീസിന് തെറി പറയാൻ പാടില്ല എന്ന്. പോലീസ് ആരെങ്കിലും തല്ലിക്കഴിഞ്ഞാൽ അതിനു മുമ്പ് അവർ പരാജയമായി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് എത്തിക്കഴിഞ്ഞാൽ, ചുരുക്കം പറഞ്ഞാൽ നേർവഴിയുടെ ഒരു പ്രധാന ലക്ഷ്യം അതോടുകൂടി നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഒരു വിവേചനവുമില്ലാതെ സ്വാതന്ത്ര്യത്തോടെ അന്തസ്സോടെ ഈ ലോകത്ത് ജീവിക്കാനുള്ള മനുഷ്യന്റെ അവകാശത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യാവകാശ ദിനം കൂടി കടന്നുപോകുമ്പോൾ ഏറെ വ്യത്യസ്തനാകുകയാണ് നവീനചന്ദ്രൻ എന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ. TC വിനോസ്, അന്തിക്കാട്. മാള കുഴൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷം ബുധനാഴ്ച നടക്കും. 15 ആനകളെ അണിനിരത്തിയുള്ള കാഴ്ചശീവേലിക്ക് വർണ്ണശബളമായ കുടമാറ്റമുണ്ടാകും. ആനച്ചമയ പ്രദർശനം വർണ്ണാഭമായി. ഏകാദശി ദിനത്തിൽ രാവിലെ ശീവേലിക്ക് 15 ആനകളെ അണിനിരത്തും. പ്രത്യേക നാദസ്വരത്തിന് ഹരിദാസ് കൊടുങ്ങല്ലൂരും സംഘവും നേതൃത്വം നൽകും. തുടർന്ന് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടൻ മാരാർ നയിക്കുന്ന പഞ്ചാരി മേളം നടക്കും. ഉച്ചയ്ക്ക് നൃത്താർച്ചന, പിന്നൽ തിരുവാതിര, ഏകാദശിയൂട്ട്, വൈകിട്ട് കുടമാറ്റത്തോടെ നടക്കുന്ന കാഴ്ചശീവേലിക്ക് പാമ്പാടി രാജൻ തിടമ്പേറ്റും. SYS പ്ലാറ്റിനം ഇയർ സമാപനത്തിന്റെ ഭാഗമായി ആമ്പല്ലൂരിൽ നടക്കുന്ന യുവജന സമ്മേളനത്തിന്റെ പന്തൽ കാൽനാട്ടൽ നടന്നു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഗലീലുൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി അധ്യക്ഷത വഹിച്ചു. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം അസ്ഹരി, സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളായ PSK മൊയ്തു ഭാഗവി, IMK ഫൈസി, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുൾ റഹ്മാൻ ഫൈസി, മജീദ് കക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. പരിയാരം കൊന്നക്കുഴിയിലെ സായിപ്പ് തോടിന്റെ പുനരുദ്ധാരണം ആരംഭിച്ചു. പരിസരവാസികളായ 40ഓളം പേർ ചേർന്നാണ് ശ്രമദാനം നടത്തുന്നത്. ചാലക്കുടി പുഴയിലെ വലതുകര കനാലിൽ നിന്നും ഷട്ടർ വഴി ലഭിക്കുന്ന വെള്ളം കാർഷിക ആവശ്യത്തിന് വിരിപ്പാറ വരെ എത്തിക്കുകയാണ് ലക്ഷ്യം. 1 നൂറ്റാണ്ട് മുമ്പ് ബ്രിട്ടീഷുകാരൻ കോലാഫും സായിപ്പ് ചാലക്കുടി പുഴയിൽ നിന്ന് തന്റെ മുഴുവൻ കൃഷിയിടത്തിലും വെള്ളം എത്തിക്കുന്നതിനാണ് 4.5 കിലോമീറ്റർ ദൂരത്തിൽ തോട് നിർമ്മിച്ചത്. ജോൺസൺ പന്തലുകാരൻ, മാത്യു അച്ചാടൻ,
സിസിലി വർഗീസ്, ആൻസി ജോൺസൺ, വിക്ടോറിയ ഡേവിസ് തുടങ്ങിയവർ ശ്രമദാനത്തിന് നേതൃത്വം നൽകി. മനക്കൊടിയിൽ അജ്ഞാത വാഹനമിടിച്ച് ഗുരുതരമായ പരിക്കേറ്റ് വഴിയിൽ കിടന്നിരുന്ന പട്ടിക്കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ 2 യുവാക്കൾ നടത്തിയ ശ്രമം വിജയിക്കാതിരുന്നത് നൊമ്പരമായി. ശനിയാഴ്ച രാവിലെ മനക്കൊടി തെക്കുമുറിയിൽ വെച്ചായിരുന്നു അപകടം. ജീവന് വേണ്ടി പിടയുന്ന പട്ടിക്കുട്ടി അതുവഴി വന്ന കണ്ണൂർ ഇരിട്ടി സ്വദേശിയും ഒളരിയിലെ വ്യാപാര സ്ഥാപനത്തിലെ ഡ്രൈവറുമായ KV അജിത്തിന്റെ ശ്രദ്ധയിലാണ് ആദ്യം പെട്ടത്. കടയിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു അജിത്ത്. പട്ടിക്കുട്ടിയെ കയ്യിലെടുത്ത് ഉപേക്ഷിക്കാൻ മനസ്സ് വരാതെ പകച്ചു നിന്ന അജിത്തിനരികിലേക്ക് വാർഡംഗം K രാകേഷ് സഹായത്തിനെത്തി. ഇരുവരും കൂടി പട്ടിക്കുട്ടിയെ ഹാർഡ്ബോർഡ് പെട്ടിയിലാക്കി ഓട്ടോയിൽ കൊക്കാലയിലെ മൃഗാശുപത്രിയിൽ എത്തിച്ചു. പട്ടിക്കുട്ടിയുടെ താടിയെല്ലിന് കാര്യമായ പരിക്കേറ്റുവെന്ന് എക്സ്റേയിൽ കണ്ടെത്തി. തുടർന്ന് ഇഞ്ചക്ഷനും മറ്റു മരുന്നുകളും നൽകിയ ശേഷം പട്ടിക്കുട്ടിയെ അജിത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ചാഴൂരിലെ വീട്ടിലെത്തിക്കുകയായിരുന്നു. അമ്മ ബിന്ദുവും ഭാര്യ ഷാലുവും കൂടി പട്ടിക്കുട്ടിയെ മരുന്ന് നൽകി പരിചരിച്ചുവെങ്കിലും ചൊവ്വാഴ്ച പുലർച്ചെ ചത്തു. രക്ഷിക്കാനായില്ലെങ്കിലും ആ കുരുന്നു മിണ്ടാപ്രാണിയോട് യുവാക്കൾ കാണിച്ച സഹാനുഭൂതിയും കരുതലും സഹജീവി സ്നേഹത്തിന്റെ വേറിട്ട മാതൃകയായി. TCV ന്യൂസ്, തൃശൂർ. CPM കൊടകര ഏരിയ സമ്മേളനത്തിന് ബുധനാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് അറിയിച്ചു. വൈകിട്ട് 4-ന് കൊടിമര ജാഥ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 200ഓളം ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ കൊടിമര ജാഥ സമ്മേളന നഗരിയിൽ എത്തിച്ചേരും. പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥ ബുധനാഴ്ച വൈകിട്ട് 5-ന് മണ്ണമ്പേട്ടയിൽ MV മണികണ്ഠന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കും. CPM ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ആമ്പലൂരിലെ സമ്മേളന നഗരിയിൽ സംഘാടക സമിതി ചെയർമാൻ PK ശിവരാമൻ പതാക ഉയർത്തും. കൊടകര ഏരിയയിലെ 13 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള 145 പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനം വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടക്കും. വ്യാഴാഴ്ച രാവിലെ 10-ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ PK ശിവരാമൻ, കൺവീനർ സോജൻ ജോസഫ്, ട്രഷറർ PK വിനോദൻ, CPIM കൊടകര ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KJ ഡിക്സൺ, EK അനൂപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. വാർത്തകളിലേക്ക്. കീഴടൂർ ദുർഗാദേവി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം ആരംഭിച്ചു. ബുധനാഴ്ച വിശേഷാൽ പൂജകൾ, വ്യാഴാഴ്ച ശിവക്ഷേത്രത്തിൽ ശുദ്ധിക്രിയകൾ നടക്കും. വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ ഹോമകലശാഭിഷേകം, കലശമണ്ഡപ ശുദ്ധി, ഞായറാഴ്ച അഷ്ടബന്ധനന്യാസം, ബ്രഹ്മകലശാഭിഷേകം, അന്നദാനം എന്നിവയോടെ ചടങ്ങുകൾ സമാപിക്കുമെന്ന് ഭാരവാഹികളായ M വാരിജാക്ഷൻ, TN പ്രകാശ്, PI അനിൽ, P ജയന്തൻ തുടങ്ങിയവർ അറിയിച്ചു. 16ാമത് ഈശ ഗ്രാമോത്സവം ഡിവിഷണൽ മത്സരങ്ങൾ പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഹരി P പ്രഭാകർ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം വിജീഷ് വിജയൻ, സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ NR ബാബുരാജൻ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗം CV കുര്യാക്കോസ്, ഈശ ഫൗണ്ടേഷൻ പ്രതിനിധി കീർത്തൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ചാവക്കാട് വടക്കേ ബൈപ്പാസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS ജോർജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ അധ്യക്ഷനായി. PI സൈമൺ, KA വാസു, MG നിമൽ കുമാർ, PK റോസിലി തുടങ്ങിയവർ സംസാരിച്ചു. ആയുർവേദത്തിനും ഹോമിയോയ്ക്കും യുവനാനിക്കും ഒക്കെ ഈ ആനുകൂല്യങ്ങൾ കിട്ടണം. ആ മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക്. മുൻമന്ത്രി CN ബാലകൃഷ്ണന്റെ 6ാം ചരമവാർഷികം CN സ്മൃതിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ജോസഫ് ചാലിശ്ശേരി, M സേതുമാധവൻ, CB ഗീത, KP രാധാകൃഷ്ണൻ, സന്തോഷ് കോലഴി, V സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെയുള്ള വ്യാപാരികളും കുടുംബാംഗങ്ങളും മൌലികാവകാശ സംരക്ഷണത്തിനായി മനുഷ്യാവകാശ കമ്മീഷന് ഭീമ ഹർജി സമർപ്പിച്ചു.
300-ലധികം തൊഴിലാളികൾ ജോലിയെടുക്കുന്ന കിഴക്കേ നടയിലെ മേൽപ്പാലത്തിന് താഴെ സാമൂഹ്യ വിരുദ്ധരും നാടോടികളും തമ്പടിച്ചിരിക്കുന്നത് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഭീമ ഹർജി സമർപ്പിച്ചത്. പൊതുസ്ഥലം കയ്യേറുകയും പരസ്യ മദ്യപാനവും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്യുന്നത് പതിവായതിനെ തുടർന്നാണ് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് അജു എം ജോണി, സെക്രട്ടറി ER ഗോപിനാഥൻ, PV ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഭീമ ഹർജി തയ്യാറാക്കി സമർപ്പിച്ചത്. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ KSEB ഗുരുവായൂർ സബ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പാവറട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. DCC സെക്രട്ടറി PK രാജൻ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ, മണ്ഡലം പ്രസിഡന്റുമാരായ BV ജോയ്, ഷാജു തരകൻ, RM ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. അസുഖബാധിതരായും പരിക്കേറ്റവരായും 4 ചുവരുകൾക്കുള്ളിൽ ജീവിതം തള്ളി നീക്കുന്നവർക്ക് ആഘോഷിക്കാനായി ഒരു ദിവസം. പുത്തൻപീടിക കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് വേറിട്ട രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചത്. ക്യാൻസർ രോഗികൾ, പക്ഷാഘാതം പിടിപെട്ടവർ, ഗുരുതര അപകടം പറ്റിയവർ തുടങ്ങി വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയവർക്ക് പ്രത്യാശ നൽകുന്നതായിരുന്നു സംഗമം. സ്വകാര്യ ആംബുലൻസുകളിലും പാലിയേറ്റീവ് കെയറിന്റെ ആംബുലൻസുകളിലും ഓട്ടോകളിലും സ്വന്തം വാഹനങ്ങളിലുമായാണ് ഇവർ സംഗമവേദിയിലെത്തിയത്. പാട്ടും ആഘോഷവുമായി സംഗമം പൊടിപൊടിച്ചു. കട്ടിലുകളിൽ കിടന്നും വീൽചെയറിൽ ഇരുന്നും ഇവർ ആഘോഷ പരിപാടികൾ കൺകുളിർക്കെ കണ്ടു. പലർക്കും ഒന്നിലധികം പേരുടെ സഹായമില്ലാതെ പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അതെല്ലാം മാറ്റിവെച്ച് അവർ സംഗമം ആസ്വദിച്ചു. ഈ പ്രദേശത്തുള്ള ഒരുപാട് രോഗികളെ, തികച്ചും നിസ്സഹായരായ കിടപ്പ് രോഗികളെ മറ്റാർക്കും പുറത്ത് കൊണ്ടുവരാൻ കഴിയില്ല. അത്തരം രോഗികളെ വളണ്ടിയർമാരുടെ സഹായത്തോടു കൂടിയിട്ട് ഈ ഒരു വേദിയിൽ കൊണ്ടുവരികയും അവർക്ക് സന്തോഷം പകർന്നു നൽകുകയും ചെയ്യാന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളുടെ സേവനങ്ങൾ പൂർണ്ണമായും സൗജന്യമാണ്. ഒരു സേവനത്തിന് ഞങ്ങൾ ഒരു വിധത്തിലുള്ള പ്രതിഫലവും വാങ്ങാറില്ല. ജനങ്ങൾക്ക് മനുഷ്യൻ വിചാരിച്ചാൽ മറ്റൊരു മനുഷ്യനെ സഹായിക്കാൻ കഴിയുന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ പ്രവർത്തനമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സംഗമത്തിൽ പങ്കെടുത്ത രോഗികൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് സമ്മാനമായി നൽകി. സാക്സോഫോൺ, വയലിൻ, ഗാനാലാപനം തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി. അരിമ്പൂർ, മണലൂർ, അന്തിക്കാട്, താന്യം, ചാഴൂർ പഞ്ചായത്തുകളിൽ നിന്നുള്ള രോഗികളാണ് സംഗമത്തിന് ബന്ധുക്കൾക്കൊപ്പം എത്തിയത്. സംഗമത്തിന്റെ ഉദ്ഘാടനം രോഗികൾ തന്നെ നിലവിളക്ക് തെളിയിച്ച് നിർവഹിച്ചു. CC മുകുന്ദൻ MLA, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, കാരുണ്യ സെക്രട്ടറി ശ്രീമുരുകൻ അന്തിക്കാട്, പ്രസിഡന്റ് പാപ്പച്ചൻ ആന്റണി, പാലിയേറ്റീവ് കെയർ കൺവീനർ K രാജീവൻ, ഡോക്ടർ ദേവി അർജുനൻ, വാർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സംഗമത്തിൽ കാരുണ്യയ്ക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന 100 കണക്കിന് പ്രദേശവാസികളും സംഗമത്തിൽ ഭാഗഭാക്കായി. TCV ന്യൂസ്, തൃശൂർ. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതിയിലെ അപാകത പരിഹരിക്കുക, പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നടന്ന ധർണ KSSPU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP ജോസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. KV രാമകൃഷ്ണൻ, TA വേലായുധൻ, K സദാനന്ദൻ, KA പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇതിനു മുമ്പ് കഴിഞ്ഞ 22-23 കാലഘട്ടത്തിൽ ഇന്ന് വെച്ച എല്ലാ ഡിമാൻഡുകളും കോഴ്സിന് ചേർത്തി കബളിപ്പിച്ചുവെന്ന പരാതിയിൽ വിദ്യാർത്ഥിനിക്ക് അനുകൂല വിധി. തൃശൂർ വെള്ളാഞ്ചിറ ഐനിക്കാടൻ അനിറ്റ T ആൻഡോ ഫയൽ ചെയ്ത ഹർജിയിലാണ് എയ്ഡ് എഡ്യൂക്കേഷന്റെ തൃശൂരിലെ മാനേജർക്കെതിരെയും മലപ്പുറത്ത് ഉടമയ്ക്കെതിരെയും വിധിയായത്. ഹർജിക്കാരിയിൽ നിന്ന് ഈടാക്കിയ 20,300 രൂപ തിരികെ നൽകുവാനും നഷ്ടപരിഹാരമായി 25,000 രൂപ നൽകുവാനും ചെലവിലേക്ക് 5,000 രൂപ നൽകുവാനും ഹർജി തീയതി മുതൽ 9% പലിശ നൽകുവാനും ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടത്. ഹർജിക്കാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. മമ്മിയൂർ അയ്യപ്പ ഭക്തസംഘം മമ്മിയൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നടത്തിവരാറുള്ള ദേശവിളക്ക് ഈ മാസം 14-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുലർച്ചെ 4-ന് ക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനത്തോടെ ദേശവിളക്ക് ചടങ്ങുകൾക്ക് തുടക്കമാകും.
രാവിലെ 5-ന് കേളി, 6-ന് മമ്മയൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും. മരത്തങ്കോട് മഠാധിപതി ജ്യോതി പ്രകാശിന്റെ മകൻ ജയദേവൻ സ്വാമി വിളക്ക് പന്തലിൽ പ്രതിഷ്ഠ നിർവഹിക്കും. പ്രസിഡന്റ് അനിൽകുമാർ ചിറക്കൽ, ചെയർമാൻ കെ ഗോവിന്ദദാസ്, പി സുനിൽകുമാർ, അരവിന്ദൻ പല്ലത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CPI ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കൂട്ടധർണ സംഘടിപ്പിച്ചു. തായ്ക്കുളങ്ങരയിൽ നടന്ന ധർണ CPI സംസ്ഥാന കൌൺസിൽ അംഗം ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കൌൺസിൽ അംഗം കെ രാജേന്ദ്ര ബാബു അധ്യക്ഷത വഹിച്ചു. CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി PV അശോകൻ, ജില്ലാ കൌൺസിൽ അംഗം കെ ജോബി തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് CPI മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS ജയ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ അധ്യക്ഷനായി, TN വേണു, KV സുജിത്ലാൽ, MK ബാബു, PF ജോൺസൺ, ബിന്ദു ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7195 രൂപ, പവന് 57,560 രൂപ. വെള്ളി ഗ്രാമിന് 101 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3204 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഏകാദശിക്കൊരുങ്ങി ഗുരുഭവനപുരി, പഞ്ചരത്ന കീർത്തനാലാപനം സംഗീത മധുരമായി. ചാവക്കാട് താലൂക്ക് പരിധിയിൽ ബുധനാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. തിരുവില്ലാമല പുനർജനി നൂഴൽ ബുധനാഴ്ച പാപമോചനം തേടി ആയിരക്കണക്കിന് ആളുകൾ തിരുവില്ലാമലയിലെത്തും. ജില്ലയിലെ 3 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്, വോട്ടെണ്ണൽ ബുധനാഴ്ച. കരുവന്നൂർ സഹകരണ ബാങ്കിൽ വീണ്ടും EDയുടെ പരിശോധന. ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവർ എടുത്ത ലോണിന്റെ വിവരങ്ങൾ ED ശേഖരിച്ചു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് 5 കിലോ കഞ്ചാവ് പിടികൂടി. രപ്തിസാഗർ എക്സ്പ്രസിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. RPFന്റെ സഹായത്തോടെ വടക്കാഞ്ചേരി എക്സൈസ് ആണ് കഞ്ചാവ് പിടികൂടിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.